بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ആഖിറത്തിലേക്ക് വേണ്ട സമ്പാദ്യത്തെക്കുറിച്ച് ഓരോ നിമിഷവും നമ്മൾ ബോധവാന്മാരാവൽ നമുക്ക് നിർബന്ധമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആഖിറത്തിലേക്ക് താൻ എന്ത് സമ്പാദിച്ചു എന്ന ചിന്ത ഒരു സ്വയം വിചാരണ പോലെ ജീവിതത്തെ നിയന്ത്രിക്കുകയാണ്. അതനുസരിച്ച് ആ മനുഷ്യൻ നന്മയിൽ വ്യാപൃതനാവും. തിന്മയുടെ ഗൗരവത്തെക്കുറിച്ച് അവൻ ആലോചിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. സുദീർഘമാക്കുന്നില്ല. ഒരു ഖുദ്സിയായ ഹദീസ്, വളരെ പ്രശസ്തമായ ഹദീസ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം തുർമുദി, ഇബ്നു മാജ, അഹ്മദ് എല്ലാവരും ഉദ്ധരിക്കുന്ന, ഇമാം ദാരിമി, അതുപോലെ തന്നെ മറ്റു പല ധാരാളം മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു ഖുദ്സിയായ ഹദീസ്. അള്ളാഹുവിന്റെ പ്രഖ്യാപനം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നമ്മെ അറിയിക്കുകയാണ്. അള്ളാഹു സ്നേഹത്തോടെ ഇഷ്ടത്തോടെ അവന്റെ പ്രിയപ്പെട്ട അടിമകളെ വിളിച്ചുകൊണ്ട് പറയാണ്, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി. ഓ എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, ഞാൻ ഒരിക്കലും ഒരു അക്രമിയല്ല. അക്രമം എന്നത് എൻ്റെ നിലപാടേ അല്ല. ഞാൻ ഒരിക്കലും നിങ്ങളെ ആക്രമിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെ ഞാൻ ആക്രമിക്കുക എന്നത് എനിക്ക് ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കിടയിൽ പലതും അതുപോലെ തന്നെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ആ പലതും നിഷിദ്ധമാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ പരസ്പരമുള്ള അക്രമങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ആരും ഫലാ തുലാലിമു, നിങ്ങൾ പരസ്പരം അക്രമം കാണിക്കല്ലേ എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. വീണ്ടും അള്ളാഹു പറയുകയാണ്, യാ ഇബാദി കുല്ലുക്കും ലാൽ ഇല്ലാ മൻ ഹദൈതുഹു. ഓ എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങൾ നിങ്ങളുടെ സഞ്ചാരങ്ങളിൽ വഴിതെറ്റിപ്പോകുന്നവരാ. ഞാൻ നേരായ മാർഗം കാണിച്ചു കൊടുത്ത ആളുകളല്ലാത്ത എല്ലാവരും വഴിതെറ്റിപ്പോകുന്നവരാണ്. അതുകൊണ്ട് നേരായ മാർഗം നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളെല്ലാവരും വഴിതെറ്റിപ്പോകുന്നു എന്ന അടിസ്ഥാനം നിങ്ങളിൽ ഉള്ളവരാണ്. അതിനാൽ നേരായ മാർഗം വേണ്ടവരൊക്കെ ഫസ്തഹിദൂനി ഉഹ്ദിക്കും, എന്നോട് നേരായ മാർഗം ചോദിച്ചോളൂ, അതായത് ഹിദായത്ത് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം. വലിയൊരു ഹദീസാണിത്. വീണ്ടും അള്ളാഹുവിന്റെ പ്രഖ്യാപനം, യാ ഇബാദി കുല്ലുക്കും ജായിഉ, നിങ്ങൾ ഓരോരുത്തരും ഭക്ഷണം ആവശ്യമുള്ള വിശപ്പുകാരാണ് എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ. അതുകൊണ്ട് മനസ്സിലാക്കി വെച്ചോ, ഞാൻ വയറ് നിറച്ച് തിന്നാൻ കൊടുത്തവർക്കല്ലാതെ, ഞാൻ വയറ് നിറയെ തിന്നാൻ കൊടുത്തവർക്കല്ലാതെ വിശപ്പ് മാറുന്ന അവസ്ഥയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം വേണോ, എന്നോട് ഭക്ഷണം ചോദിച്ചോളൂ, ഉത്ഇംകും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രഖ്യാപനം, യാ ഇബാദി കുല്ലുക്കും ആർ, ഓ എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങൾ മുഴുവനും വസ്ത്രമില്ലാത്തവരായിരുന്നു, ഞാൻ വസ്ത്രം കൊടുത്തവനല്ലാതെ. അതുകൊണ്ട് നിങ്ങൾക്ക് വസ്ത്രം വേണോ, നിങ്ങൾ എന്നോട് ചോദിക്കൂ. ഇവിടെ ദുന്യവിയായ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് എന്ന് നമുക്ക് തോന്നും. വസ്ത്രം, ഭക്ഷണം, ഈ വസ്ത്രവും ഭക്ഷണമൊക്കെ ആഖിറത്തിലേക്ക് ബന്ധമുള്ള കാര്യമാണല്ലോ. ദുനിയാവിന്റെ ഏറ്റവും അനിവാര്യമായ കാര്യം അത് നമുക്ക് അമലായ ആഖിറത്തിലേക്ക് ഉപയോഗിക്കാവുന്ന. ഇവിടെ അള്ളാഹുവിലേക്കുള്ള ചോദ്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഇതിന്റെ ധ്വനി. അള്ളാഹുവിലേക്കുള്ള ചോദ്യങ്ങൾ യഥേഷ്ടം നമ്മളിൽ നിന്നും ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് അള്ളാഹുവിലേക്കുള്ള അടുപ്പവും എളുപ്പമായി കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു എളുപ്പത്തിലുള്ള അടുപ്പത്തെ സ്ഥാപിക്കലാണ് അള്ളാഹുവിന്റെ ഈ പ്രഖ്യാപനം കൊണ്ടുള്ള ലക്ഷ്യം. വീണ്ടും അള്ളാഹു പ്രിയപ്പെട്ട അടിമകളെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ ഇബാദി ഇന്നക്കും തഖ്തഊന ബിൽ ലൈലി വൻ നഹാർ, രാവും പകലും തെറ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് രാവും പകലും തെറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഞാൻ എല്ലാ പാപവും പുറത്തു തരുന്നവനാ. വഅനാ അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാൻ എല്ലാ പാപവും പൊറുക്കുന്നവനാ. അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, നിങ്ങൾ എന്നോട് പാപം പൊറുക്കാൻ ആവശ്യപ്പെട്ടോളൂ, ഞാൻ നിങ്ങളുടെ പാപം പൊറുത്തു തരാം. അള്ളാഹു നമുക്ക് പൊറുത്തു തരട്ടെ. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണിത്. പിന്നെയും അള്ളാഹു സ്നേഹത്തോടുകൂടെ പ്രിയപ്പെട്ട അടിമകളെ വിളിക്കാൻ, ഓ എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ,
നിങ്ങൾക്ക് മുന്നേ കുറെ ആളുകൾ, കുറെ സമൂഹങ്ങൾ, കുറെ സമുദായങ്ങൾ മനുഷ്യകുലത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ശേഷം കുറെ പേര് വരാനുണ്ട്. അങ്ങനെ വരുന്ന ലക്ഷോപലക്ഷമല്ല കോടാനുകോടിയോളം വരുന്ന മനുഷ്യ സൃഷ്ടികൾ, അതുപോലെ തന്നെ ജിന്നുകൾ എല്ലാവരും കൂടിയിട്ട് ഒരു മുത്തഖയായ മനുഷ്യന്റെ കൽബിലുള്ള തഖ്വ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് സഹായിച്ചു. അയാൾ ഒരു ലോകത്തെ ഏറ്റവും വലിയ മുത്തഖയായി മാറുകയും ചെയ്തു. അള്ളാഹു പറയാണ്, അയാൾ അത്രയും വലിയ മുത്തഖയായതിന്റെ പേരിൽ എന്റെ പദവിയിൽ, അള്ളാഹു എന്ന പദവിയിൽ, അല്ലെങ്കിൽ അള്ളാഹു അലങ്കരിക്കുന്നതായ ആ മഹത്തായ സ്ഥാനങ്ങളിൽ യാതൊരുവിധ വർധനവും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലെ ജിന്നുകൾ, നിങ്ങളുടെ കൂട്ടത്തിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞു പോയവരും ഇനി വരാനുള്ളവരുമായ സർവ്വ മനുഷ്യർ എല്ലാവരും കൂടിയിട്ട് ഒരു വൃത്തികെട്ട മനുഷ്യനെ വൃത്തികേടാക്കുന്നതിൽ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുക. അതുവഴി എന്നിലൊരു കുറവും വരുന്നില്ല. അള്ളാഹുവിന് എന്ത് കുറവ് വരാൻ? നമ്മൾ കൂടുതൽ ചെയ്താൽ അള്ളാഹുവിന് എന്ത് കൂടുതൽ കിട്ടാൻ? അപ്പൊ അതൊക്കെ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ നന്മയും തിന്മയും നിങ്ങൾക്കുള്ളതാണ്. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദ് ഫസഅലനി കുല്ലു വാഹിദിൻ മസ്അലത. ഓ എന്റെ പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങളിലെ കഴിഞ്ഞു പോയ സർവ്വ മനുഷ്യരും, കോടാനുകോടി മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട്. മനുഷ്യകുലത്തിന്റെ തുടക്കം മുതൽക്ക് അന്നു മുതലുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മനുഷ്യരും സർവ്വ ജിന്നുകളും ഒരു മൈതാനത്ത് കൂടി. എന്നിട്ട് ഓരോരുത്തർ അവർക്ക് ആവശ്യമായ വ്യത്യസ്ത ആവശ്യങ്ങൾ അല്ലാഹുവോട് ഉന്നയിച്ചു. കോടാനുകോടി വരുന്ന സൃഷ്ടികൾ ഒരു ഇടത്തിൽ മാത്രം സമ്മേളിച്ചു നിന്നിട്ട് അവരുടെ കോടാനുകോടി ആവശ്യങ്ങൾ അല്ലാഹുവിലേക്ക് ഉന്നയിച്ചു കഴിഞ്ഞാൽ, ഈ ആവശ്യങ്ങൾ മുഴുവനും അല്ലാഹു നടത്തി കൊടുത്താൽ അള്ളാഹുവിന്റെ കയ്യിലുള്ളതിൽ യാതൊരുവിധ കുറവും വരുന്നില്ല. മാ നഖസ ദാലിക മിമ്മാ ഇൻദി. അള്ളാഹുവിന്റെ അടുക്കലുള്ളതിനൊന്നിനും ഒരു കുറവ് വരുന്നില്ല. ഏതുപോലെയാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചത്? അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ജിന്നുകളും മനുഷ്യരുമായ സർവ്വ സൃഷ്ടികളും ഒരുമിച്ചൊരു മൈതാനത്തിൽ കൂടിയിട്ട് എല്ലാവരും കൂടി ചോദിച്ചു. എല്ലാവർക്കും അള്ളാഹു ഉത്തരം കൊടുത്തു. അങ്ങനെ ഉത്തരം കൊടുത്തോടുത്ത അള്ളാഹുവിനൊരു കുറവും വന്നിട്ടില്ല. അത് ഏതുപോലെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുകയാണ്, ഒരു വലിയ സമുദ്രത്തിന്റെ നടുവിൽ ഒരു സൂചി പതുക്കെ ഒന്ന് മുക്കി നനച്ചിട്ടൊന്ന് കുടഞ്ഞെടുത്താൽ ആ സൂചിയിൽ പറ്റുന്ന തണുപ്പും ഈർപ്പവും എത്രയോ അത്രേ ആ സമുദ്രത്തിന്റെ വെള്ളത്തെ അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്നും അവന്റെ സർവ്വ സൃഷ്ടികൾക്ക്, നമ്മൾ കണ്ടവർ കാണാത്തവർ, നമ്മുടെ മുൻഗാമികൾ പിൻഗാമികൾ സർവ്വ ജിന്നുകൾ എല്ലാവരും കൂടി ഒരു മൈതാനത്ത് നിന്ന് ചോദിച്ച എല്ലാവർക്കും അള്ളാഹു കൊടുത്താലും സമുദ്രത്തിൽ സൂചി മുക്കിയ നനവ് സൂചിയിൽ എത്രയാണോ ഉള്ളത് അതുപോലും അല്ല, അതിലെയും താഴെയാണ് അള്ളാഹിന്റെ ഖജനാവിൽ നിന്നും ഇപ്പോൾ എടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനം. സുദീർഘമായ ഹദീസാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. വീണ്ടും അള്ളാഹുവിന്റെ പ്രഖ്യാപനം, ഓ എന്റെ പ്രിയപ്പെട്ട അടിമകളെ, തീർച്ചയായും നിങ്ങൾ അമൽ ചെയ്യുക. നിങ്ങളുടെ അമലുകൾ ഞാൻ കൃത്യവും വ്യക്തവുമായി സൂക്ഷിക്കുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും നന്മയാണ് ചെയ്യുന്നത് എങ്കിൽ ആ നന്മ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് അള്ളാഹുവിന് സ്തുതി പറയാം. ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ്. നിങ്ങളിൽ ആരെങ്കിലും നന്മ ചെയ്യുന്നുവെങ്കിൽ ആ നന്മ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞല്ലോ അല്ലാഹ് എന്ന ഒരു കൃതജ്ഞതാ ബോധത്തോടുകൂടെ, ഒരു നന്ദി അർപ്പിക്കുന്ന ബോധത്തോടുകൂടെ അള്ളാഹുവോട് നന്ദി പറഞ്ഞോളൂ. നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരു ഷർറ് ചെയ്യുക വഴി അവൻ അതിന്റെ തിക്തഫലം നാളെ മഹ്ശറിൽ അനുഭവിക്കാൻ, ഖബറിൽ അനുഭവിക്കാൻ, നരകത്തിൽ അനുഭവിക്കാൻ അള്ളാഹു നിശ്ചയിച്ചു പോയാൽ അതിന്റെ പേരിൽ അവൻ ആരെയും പറയേണ്ടതില്ല. തിന്മ ചെയ്തതിന്റെ പേരിൽ അനുഭവിച്ചത് അവൻ തന്നെ അവനെ കുറ്റം പറഞ്ഞാൽ മതി, വേറെ ആരെയും പറയണ്ട. ഇവിടെ ഒരു പരലോക ചിന്തയിലേക്ക്, ദുനിയാവിൽ ആവശ്യമായ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു. ഈ ഹദീസ് പറയുന്നത് അങ്ങനെയാണ്. അതായത് ഭക്ഷണം, വസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങിയത്, പിന്നെ പാപം പൊറുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഓരോ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ചോദ്യം ഉന്നയിക്ക വഴി റബ്ബിനോട് തന്റെ അടുപ്പം സ്ഥാപിക്കുന്നു. അത് പരലോകത്തേക്കുള്ള ഒരു ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് എന്നതാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നേരത്തെ പറഞ്ഞ പോലെ സ്വഹീഹ് മുസ്ലിം, തുർമുദി, ഇബ്നു മാജ, അഹ്മദ്, ഇമാം ദാരിമി എല്ലാവരും ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ജീവിതത്തിൽ നാളേക്ക് വേണ്ട ഒരു കാഴ്ചപ്പാട്, ആഖിറത്തിലേക്ക് എന്തുണ്ടാക്കി എന്നൊരു തോന്നല്, അത് നമ്മെ ശുദ്ധീകരിക്കാണ്, നമ്മെ ഫിൽട്ടർ ചെയ്യും. നമുക്ക് നന്നാവാൻ ആ ഒരു ചിന്ത ധാരാളമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തരമായ ഒരു ആപ്ത വചനം, ഒരു സന്ദേശമുണ്ട്. സിനു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സർവ്വ പ്രവർത്തനങ്ങളെയും കണക്കെടുത്തുകൊണ്ട് വിചാരണ ചെയ്യുന്നതിനേക്കാൾ മുമ്പ്
നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തെ ഒന്ന് അളന്നു വെച്ചേക്കണേ എന്ന് സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. വലിയ ഒരു കണക്കെടുപ്പിന്റെ ദിവസം വരുന്നതിന് മുമ്പേ വതസയ്യനു ലിൽ അർദിൽ അക്ബർ, ആ വലിയ കണക്കെടുപ്പിന്റെ ദിവസം വരുന്നതിന് മുന്നേ ഒരുങ്ങിക്കോ എന്ന് സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു. ഒരു കണക്കുകൂട്ടലില്ലാതെ പോകാൻ പാടില്ല. ആഖിറത്തിന്റെ കാര്യമായതുകൊണ്ട് കണക്കുകൂട്ടൽ വേണം. ഒരു മയ്യത്ത് കട്ടിലിൽ ഒരു മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ അത് ഞാനാണല്ലോ ആ കിടക്കുന്നത് എന്ന് സ്വന്തത്തെ വിചാരണ ചെയ്യണം. അങ്ങനെയായിരുന്നു മഹാന്മാര്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മനുഷ്യൻ ജനാസയുടെ പിന്നിലൂടെ ഇങ്ങനെ പോവാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു പങ്കെടുക്കുന്ന ഒരു ജനാസ അനുഗമനം. അപ്പൊ ജനാസയുടെ പിന്നാലെ പോകുന്ന ആ മനുഷ്യനെ അബൂദർദാ റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു. ഇത് ആരുടെ ജനാസയാണെന്നൊന്നും കരുതിയിട്ടോ അറിഞ്ഞിട്ടോ അല്ല ഇങ്ങേര് ഈ ജനാസയുടെ പിന്നാലെ കൂടിയിരിക്കുന്നത്. ജനാസയുടെ പിന്നാലെ കൂടിയ ആൾക്ക് ഇത് ആരുടെ ജനാസ എന്നൊന്നും അറിയില്ല. പക്ഷെ പള്ളിയിൽ കൊണ്ടുപോയാൽ മയ്യത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് മറവ് ചെയ്യും, എല്ലാ മുസ്ലിമീങ്ങളും പങ്കെടുക്കുന്ന പോലെ പങ്കെടുക്കാം. ഇത് ആരുടെ മയ്യത്താണെന്ന് പോലും അറിയില്ല. അബൂദർദാ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി ഇവരുടെ കൂടെ ഉണ്ട്. അപ്പോഴുണ്ട് ആരുടേതെന്നറിയാതെ പിന്നാലെ വന്ന് കൂടി ആ സഹോദരൻ ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് ഈ മയ്യത്താരാണ് ചോദിച്ചു പോയത് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അതിന് കൊടുത്ത മറുപടി ഹാദാ അൻത, ആ കാണുന്ന മയ്യത്ത് അത് നീ തന്നെയാണ് മോനെ, നീയാണ് ആ മയ്യത്ത്. ഫഇൻ കരിഹത, നിനക്ക് ഞാൻ പറഞ്ഞത് വിഷമമുണ്ടോ? ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നീയാടാ ആ മയ്യത്ത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് ഇഷ്ടക്കുറവ് വെക്കണ്ട. കാരണം ഇത് ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്റെ ശരീരത്തോട് എന്റെ വിരൽ ചൂണ്ടിയിട്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തോട് വിരൽ ചൂണ്ടി പറയുന്ന ഒരു വർത്താനമുണ്ട്. ആ വർത്താനത്തെ നമ്മോട് എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, നീ ഒരു മയ്യിത്താണെന്ന ചിന്ത. ആഖിറത്തിലേക്ക് ഒരു മനുഷ്യനെ നന്നാക്കി എടുക്കല്ലേ? ഒരു മനുഷ്യനെ നന്നാക്കി കൊണ്ടുവരാൻ അത് തന്നെ മതിയല്ലോ. സ്വന്തം മരണത്തെക്കുറിച്ചുള്ള വിചാരണ, മഹാന്മാർ ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു വലിയ പരീക്ഷണമായി, ജീവിതത്തെ നന്നാക്കാനുള്ള പരീക്ഷകളായി ഇത്തരം നിർദ്ദേശങ്ങളെ അവർ പാലിച്ചു പോന്നിരുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ഖബർസ്ഥാൻ സന്ദർശിച്ചപ്പോ ആ ഖബർസ്ഥാനിൽ നിന്നുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിക്കാം. സുബ്ഹാനല്ലാഹ്, ഖബർസ്ഥാനിൽ നിന്നുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു കാണുകയാണ്. മഹാനവറുകൾ ഉടനെ പറഞ്ഞു, ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഹദാ മുനാഫിഖ്, ഖബർസ്ഥാനിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവൻ മുനാഫിഖാ. അത് മഹാനായ ഹസൻ ബസ്രിയുടെ കാഴ്ചപ്പാടാണ് ഈ പറഞ്ഞത്. എന്താണ് അയാൾ ഒരു കപട വിശ്വാസിയാണെന്ന് പറയാൻ കാരണം? ഹസൻ ബസ്രി പറയുന്നു, അൽ മൗതു ബൈന ഐനൈഹി വഹുവ യസ്തഹി ത്വആം, സ്വന്തം മരണം കൺമുന്നിൽ കാണാൻ ഒരു ഖബർസ്ഥാനേക്കാളും അപ്പുറം നല്ല വേറൊരു അവസരം വേറെ ഇല്ല. അപ്പൊ സ്വന്തം മരണം കൺമുന്നിൽ വന്നിട്ടും ആ മനുഷ്യൻ ഭക്ഷണത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ മുനാഫിഖാണ്, ഈമാൻ ഉള്ളിൽ ഇല്ലാത്തവനാണെന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ തന്നെ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കണ്ടാൽ അഹ്മദ് സമർക്കന്ദിയൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്, ഹസൻ ബസ്രിയുടെ മുഖം എങ്ങനെ ഇരിക്കാന്നറിയോ? മഹാനവറുകൾക്ക് ഈ ആഖിറം എന്ന ചിന്ത ഉള്ളിലുള്ളത് കൊണ്ട് പരലോകം, വിചാരണ, ഖബർ, മഹ്ശറ ഇതൊക്കെ മനസ്സിലിങ്ങനെ 24 മണിക്കൂറും അതിങ്ങനെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതായതുകൊണ്ട് മഹാനവറുകളെ കുറിച്ച് പറയപ്പെടുന്നത് മഹാനവറുകള് ഏതെങ്കിലും ഒരു മയ്യത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു മയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്കരണ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ജനാസ അനുഗമനത്തിൽ ഒരു മുസ്ലിം വീട്ടിൽ മയ്യത്തുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ മരിച്ചത് എന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളിൽ ഇടപെടുന്ന ഹസൻ ബസ്രിയുടെ മുഖം കണ്ടാൽ സ്വന്തം ഉമ്മാന്റെ മയ്യത്ത് ഖബറിൽ വെച്ച് വരുന്ന ഒരാളുടെ മുഖത്ത് തളം കെട്ടി നിൽക്കുന്ന ദുഃഖഭാരവും ദുഃഖസാന്ദ്രമായ അവസ്ഥയും എന്തോ അതായിരിക്കും ഹസൻ ബസ്രിയുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുക. അത്രയും ആഖിറം എന്ന വിചാരത്തിൽ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ജീവിച്ചു പോന്നു. ഞാൻ സുദീർഘമാക്കുന്നില്ല. മഹാനായ കഅബുൽ അഹ്ബർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഹാനവറുകൾ പറയുന്നുണ്ട്, മഹാനായ കഅബുൽ അഹ്ബർ റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കൂട്ടത്തില് തൗറാത്ത് ഇഞ്ചീലൊക്കെ നല്ല അവഗാഹമുള്ള
നല്ല ഇരുത്തം വന്ന പണ്ഡിതനായ സ്വഹാബിയാണ് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ അള്ളാനെ ഭയന്നുകൊണ്ട് പടച്ച റബ്ബേ എന്നൊരു ചിന്തയിൽ ഞാൻ ആലോചിച്ചിരിക്കുമ്പോ എന്റെ കണ്ണെങ്ങാനും നനഞ്ഞ് ഒലിച്ച് ഈ കവിളിലൂടെ ഊർന്നിറങ്ങി വരുന്ന ആ കണ്ണുനീര് ഊർന്നിറങ്ങി വരുന്നതിന്റെ തണുപ്പ് ആസ്വദിക്കുമ്പോ അള്ളാ എന്നൊരു കുളിർ എന്റെ ഹൃദയത്തിൽ കീഴടക്കി എന്നെ കരയിപ്പിച്ച് കളഞ്ഞ ആ അള്ളാ എന്ന വികാരം ഉണ്ടല്ലോ, അത് ഞാൻ ആസ്വദിക്കുന്നത്, അതിന് കിട്ടുന്ന കൂലിയെ ഞാൻ പ്രതീക്ഷിക്കുന്നത് കഅബുൽ അഹ്ബാർ എന്ന എന്നെ ഒരു തുലാസിൽ വെച്ച് ഭാരമില്ലാത്ത കാലിത്തട്ടിൽ അപ്പുറത്ത് എന്റെ തൂക്കത്തിന് സ്വർണവും വെച്ചാൽ എന്റെ തൂക്കത്തോളം വരുന്ന സ്വർണം ഞാൻ സ്വതക്കാ ചെയ്താൽ കിട്ടുന്ന കൂലി എത്രയോ അതിലും വലിയ കൂലിയാണ് അള്ളാ എന്ന വൈകാരികമായ ചിന്തയിലൂടെ എന്റെ കണ്ണ് നിറഞ്ഞ് ഒലിച്ചു എന്റെ റബ്ബ് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഓർത്തപ്പോഴായിരിക്കും, എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തിയ അപകടങ്ങളെ കുറിച്ച് ഓർത്തപ്പോഴായിരിക്കും, എന്റെ റബ്ബ് എനിക്ക് തന്ന എനിക്ക് അർഹതയില്ലാത്ത 1000 നേട്ടങ്ങളെ കുറിച്ചായിരിക്കും. അതൊക്കെ ഇങ്ങനെ ഓർത്തപ്പോൾ ഞാൻ കരഞ്ഞു പോയത് എന്റെ തൂക്കത്തോളം സ്വർണം വെച്ചാൽ ആ സ്വർണം മുഴുവനും ഞാൻ ദാനം ചെയ്താൽ കിട്ടുന്ന ഒരു ആത്മനിർവൃതിക്കപ്പുറമാണ് എന്ന് മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, വമാ മിൻ ബാക്കിൻ യബ്കി മിൻ ഖശിയത്തില്ലാഹി തആല ഹത്താ തസീല ഖുത്രത്തു മിൻ ദമുഇഹി അലല്ലദി ഫതമസ്സുഹു അൻ-നാർ ഹത്താ യർജിഅ ഖത്റുസ് സമാ. ഒരാള് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞപ്പോ ആ കണ്ണീരിങ്ങനെ, അതായത് നല്ല ദുആഇന്റെ മജ്ലിസൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളൊക്കെ കരഞ്ഞു പോകും. വലിയ വലിയ ആളുകൾ, മഹാനായ വാവാട് ഉസ്താദിന്റെ ദുആ കേട്ടാ കരയാത്താരുള്ള ഷെയ്ഖുനാടെ ദുആഇന്റെ ഒരു ആശയ പ്രയോഗങ്ങൾ നമ്മളിങ്ങനെ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ചിന്തിപ്പിച്ചുകൊണ്ടാണ് ആമീൻ പറയിപ്പിക്കുക. അറബി ദുആ എന്ന് പറഞ്ഞാൽ വാവാട് ഉസ്താദിന്റെ അറബി ദുആ, അള്ളാഹു ഖബർ വിളിച്ചാക്കട്ടെ. ഷെയ്ഖുന വാവാട് ഉസ്താദിന്റെ അറബിയിലുള്ള ദുആ തന്നെ വലിയൊരു സ്ഫോടനമാണ് ഹൃദയത്തിൽ തരാം. അറബിയിലുള്ള ദുആ, അറബി അറിയാത്തവർക്ക് മലയാളത്തിൽ മഹാനവറുകൾ കൊടുക്കുന്ന ഒരു ദുആ ഉണ്ട്, അതങ്ങോട്ട് മനസ്സിനങ്ങോട്ട് പിടിച്ച് കുലുക്കും. അങ്ങനത്തെ ദുആ ഉണ്ട്. അത് കേട്ടാൽ ആരാ കരയാത്തത്? അത് കേട്ടാൽ കരയാത്തവർ കുറവാണ്. അത് കേട്ടാൽ കരയാത്തവർ കുറവാണ്. മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ ദുആ, ഷെയ്ഖുന കാളമ്പാടി ഉസ്താദിന്റെ ദുആ, ഒരുപാട് മഹത്തുക്കളുടെ ദുആ കേട്ടാൽ കരഞ്ഞു പോകും. അങ്ങനെ വരുന്ന കരച്ചിൽ അള്ളാനെ ഓർത്തിട്ടുള്ള കരച്ചിലാണ്. അങ്ങനെ കരഞ്ഞ ഒരു തുള്ളി കണ്ണീര് മണ്ണിൽ ചാടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിനക്ക്? കഅബുൽ അഹ്ബാർ നിങ്ങൾ പറയാം, അങ്ങനെ കരഞ്ഞ കണ്ണുനീരിന്റെ ഒരു തുള്ളി മണ്ണിൽ ചാടിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തുള്ളി കണ്ണുനീര് മണ്ണിൽ ചാടിയതിന്റെ പേരിൽ നിനക്ക് നരകം ഇല്ല. അള്ളാഹു നമുക്ക് നരകത്തിൽ നിന്നുള്ള അഭയം ഉറപ്പുവരുത്തട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, നരകം ഇല്ല കണ്ണീര് മണ്ണിച്ചാടിയ ആൾക്ക്. ഏത് കണ്ണീരാ? അള്ളാനെ ഭയന്ന് കരഞ്ഞ കണ്ണീര്. അത് ഏതുപോലെ അയാളെങ്ങാനും ഇനി നരകത്തിൽ പോണെങ്കിൽ അതിന്റെ ഒരു സാധ്യത എങ്ങനെയെന്നറിയോ? താഴെ വീണ മഴത്തുള്ളിയും ആകാശത്തിലേക്ക് തിരിച്ചയക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന പോലെ ഈ മനുഷ്യൻ അള്ളാനെ ഭയന്ന് കരഞ്ഞ മനുഷ്യനായതുകൊണ്ട് ഒരിക്കലും അയാൾ നരകത്തിൽ പോകൂല. നരകത്തിൽ പോകാ എന്നൊരു സാധ്യത എവിടെയെങ്കിലും കിടപ്പണ്ടി. അത് ഏതുപോലെ എന്നറിയോ? അത് ആകാശത്തിൽ നിന്നും പെയ്തിറങ്ങിയ മഴത്തുള്ളിയെ തിരിച്ചങ്ങോട്ട് കൊടുക്കുന്ന പോലെ ആയിപ്പോവും. ഒരിക്കലും അത് സാധ്യമല്ലല്ലോ. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇങ്ങനെ മഹാന്മാരുടെ ജീവിതത്തിൽ കേട്ടോ ഒരു ഹദീസ് ഞാൻ പറയാം. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസ് പറയുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അബ്ദിൻ യഖ്റുജു മിൻ ഐനൈഹി മിൻ അദ്ദമുഇ മിസ്ലു الذباب ഔ റഅസ് الذباب മിൻ ഖശ്യത്തില്ലാഹി തആല ഫയുസീബ ഹർറു വജ്ഹിഹി ഫതമസ്സഹു النار അബദ. ഒരു മനുഷ്യൻ ഒരു ഈച്ചയുടെ കുഞ്ഞി ഈച്ച അതിന്റെ ശിരസിനോളം വരുന്ന ഒരു കണിക അള്ളാനെ ഭയന്നതിന്റെ പേരിൽ കണ്ണിൽ നിന്നും പൊടിഞ്ഞിറങ്ങി, ആ കണ്ണീര് അത്രയും പൊടിഞ്ഞതിന്റെ പേരില്, അല്ലെങ്കിൽ ഒരു ഈച്ചയുടെ വലിപ്പത്തിലുള്ള കണ്ണീര് ഉതിർന്നു വീണതിന്റെ പേരില് അള്ളാനെ ഭയന്നുകൊണ്ടാണ് അത് ചെയ്തത്. ആ മനുഷ്യൻ ഒരിക്കലും അതിന്റെ പേരിൽ നരകത്തിന്റെ ചൂട് മുഖത്ത് അടിച്ചവനാവൂല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൽ പോകലല്ലോ, നമ്മൾ അടുപ്പിൽ തീയുള്ള സമയത്ത് അടുപ്പിലേക്ക് ആഞ്ഞാഞ്ഞു ഊതുമ്പോൾ, അടുപ്പിനോട് മുഖം ചേർത്ത് പിടിക്കുമ്പോൾ, അടുപ്പിൽ നിന്നും വമിക്കുന്ന ആ താപം നമ്മുടെ മുഖത്തെ ഒന്നുകിൽ കരിക്കളറാക്കി കളയുകയോ അല്ലെങ്കിൽ മുഖത്തെ വിയർപ്പ് കണങ്ങൾ കൊണ്ട് വികൃതമാക്കി കളയുകയോ ചെയ്യും. വികൃതമാക്കുക എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ ഒരു കാതി, ഒരു ഭംഗി, ഒരു വെയിലൊക്കെ കൊണ്ടുവരുന്ന ആളെ പോലെ മുഖം കൊണ്ട് വാടിപ്പോവും. അടുപ്പിലേക്ക് ചേർന്ന് നിന്ന് തീ ഊതുന്ന മനുഷ്യൻ. എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? മുഖത്ത് ആ തീയിന്റെ ചൂടടിക്കൽ കൊണ്ട് ഉണ്ടാകാവുന്ന
പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഒരു വാട്ടം എന്ന പോലെ നരകത്തിന്റെ തീയ് ഒരിക്കലും ഈ മനുഷ്യൻ, ഒരു ഈച്ചയുടെ, കുഞ്ഞ് ഈച്ചയുടെ ശിരസിന്റെ വലിപ്പം കണ്ണീര് പൊടിഞ്ഞ മനുഷ്യൻ, അള്ളാനെ ഭയന്ന് കണ്ണീര് പൊടിഞ്ഞ മനുഷ്യൻ ഒരിക്കലും അസാധ്യതയിൽ ഒരിക്കലും അവൻ നരകത്തിൽ പോവേണ്ടതില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാനെ ഭയന്ന് കരയാൻ ശ്രമിച്ചാൽ എന്തിപ്പോ കരച്ചിൽ വരാത്തത്? അള്ളാനെ ഭയന്ന് കരയാൻ ഒരാൾക്ക് കഴിയുന്നു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യം കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഒരാൾക്ക് അള്ളാനെ ഭയന്നുകൊണ്ടുള്ള കണ്ണീര് ഇവിടെ പൊടിയണം എങ്കിൽ ഒരു മലക്ക് അവരുടെ ഹൃദയത്തിൽ തലോടണം. ഹൃദയത്തിൽ തലോടിയിട്ടല്ലാതെ ഒരു മനുഷ്യന്റെ കണ്ണീര് അള്ളാനെ ഭയന്നതിന്റെ പേരിൽ മലക്ക് ഹൃദയത്തിൽ തലോടാ എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയൊരു പുണ്യമാണിത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ രീതിയിൽ മഹാന്മാരായ സ്വഹാബികള് അള്ളാനെ ഭയക്കുന്നത്, പരലോക ചിന്തകൾ, അതുകൊണ്ടൊക്കെ അവർ വ്യാപൃതരായിരുന്നു. ഇനി കേട്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ ഇമാം നസാഇ, ഇമാം തുർമുദി ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ ഖത്റത്തിൻ അഹബ്ബു ഇലല്ലാഹി മിൻ ഖത്റത്തൈൻ. തുള്ളികൾ എന്ന ഒരു അളവ് നമ്മൾ സാധാരണ ദ്രാവക രൂപത്തിലുള്ള സാധനങ്ങൾക്ക് പറയാറുണ്ട്. അത് കണ്ണീരിനാണെങ്കിലും രക്തത്തിനാണെങ്കിലും രക്തത്തുള്ളി എന്ന് പറയും, കണ്ണുനീര് തുള്ളി എന്ന് പറയും. അതുപോലെ തന്നെ ഒരു തുള്ളി വെള്ളം, ഈ തുള്ളി എന്ന് പറയുന്ന ആ ഒരു തോത്, ഒരളവ് പറയാറുണ്ട്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 തുള്ളികളുണ്ട്. അതിൽ ഒരു തുള്ളി എന്ന് പറയുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന തുള്ളി രാത്രിയുടെ രാവിന്റെ യാമങ്ങളിൽ ഇരുട്ടിന്റെ ഗഹരങ്ങളിൽ ഇരുന്നു കൊണ്ട് പാതിരാക്ക് അള്ളാനെ ഓർത്ത് ഒരു മനുഷ്യൻ കരഞ്ഞ ആ കണ്ണീരുണ്ടല്ലോ, ആ കണ്ണീരിന്റെ തുള്ളിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 1ാമത്തെ തുള്ളി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2ാമത്തെ തുള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുന്ന മനുഷ്യനിൽ നിന്നും പൊടിഞ്ഞു വീണ രക്തക്കണങ്ങൾ, രക്തത്തുള്ളികൾ, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2ാമത്തെ തുള്ളി എന്ന് മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അള്ളാഹു അവൻ തന്ന അനുഗ്രഹങ്ങളെ ഓർക്കാൻ വേണ്ടി നമുക്കൊരു മനസ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് കാര്യം ചെയ്യുമ്പോഴും പടച്ചോൻ എന്നെ കൊണ്ട് ഇത്രയെങ്കിലും പറ്റുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ, ആ ഒരു മനസ്സുകൊണ്ട് നമുക്കൊരു വിലയിട്ട് കഴിഞ്ഞാൽ, ആ ഒരു ചിന്തയിൽ നമ്മൾ നമ്മെ തർബീയത്താക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മുടെ പരലോക ജീവിതത്തിലേക്കുള്ള ഒരു വലിയ സമ്പാദ്യം അവിടെ നമുക്ക് ഉണ്ടാവുകയാണ്. ഒരു മനുഷ്യൻ മരണത്തെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏറ്റവും ക്ലേശകരമായൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് എളുപ്പം കിട്ടാനുള്ള പണികളൊക്കെ, മരണം എളുപ്പമാവാനുള്ള പണികളൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാര് പറയാറുണ്ട്, ഓരോ മനുഷ്യരും സ്വന്തം മരണം എളുപ്പമാവുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം. കാരണം ഒരാൾ നന്നായിട്ട് മരിച്ചു എന്ന് വെച്ചോ, നന്നായിട്ട് മരിക്കുന്ന ആള് യഥാർത്ഥത്തിൽ 3 കെടുതികൾ കടന്നു വന്നവനാണ്. നന്നായിട്ട് മരിച്ച ഒരു സ്വാലിഹായ മനുഷ്യൻ 3 കെടുതി കഴിഞ്ഞു 3 പരീക്ഷ പാസ്സായവനാണ്. അത് എങ്ങനെയാണെന്നറിയോ? 1ാമത്തേത് റുഇയത്തു മലക്കിൽ മൗത്തി. ഇസ്രായേലിനെ കാണാന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര കഠിനമായ കെടുതിയാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഇസ്രായേലിനൊന്ന് കാണാന്ന് പറഞ്ഞാൽ. കാരണം ആ കാഴ്ച തന്നെ നമ്മുടെ പേടി കൊണ്ട് നമ്മൾ പറയാനുള്ളത് പറയാൻ കിട്ടാതെ വരാം. എന്താ ആ നേരത്ത് പറയാനുള്ളത്? ആ നേരത്ത് പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ നേരത്ത് പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്രായേലിനെ കണ്ട ഭയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വായിന്ന് ചാടിപ്പോടോ. അതുകൊണ്ട് ഒരു മനുഷ്യൻ നല്ലോണം മരിച്ചവനാണെങ്കിൽ 3 പരീക്ഷ കഴിഞ്ഞ് വന്നവനാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. 3 കെടുതികൾ. 1ാമത്തേത് ഇസ്രായേലിനെ കാണാ എന്ന കെടുതി, അത് ഒരു വല്ലാത്ത ഒരു കെടുതിയാണ്. 2ാമത്തേത് മുറാറത്തുൽ മൗത്ത്, മരണത്തിന്റെ കൈപ്പുരുചി. മരണത്തിന്റെ കൈപ്പുരുചി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ ഒരവസ്ഥയാണത്. ആ സന്ദർഭത്തിൽ ആ മനുഷ്യന് ഒരു വലിയ കെടുതിയാണ് ആ മരണത്തിന്റെ കൈപ്പുരുചി എന്നുള്ളത്. 3ാമത്തേത് ഖൗഫുൽ ഖാത്തിമ, ഞാൻ എങ്ങനെ മരിക്കും എന്നൊരു ടെൻഷൻ അവന് ഓർമ്മ വെച്ച കാലം മുതൽക്കുണ്ട്. എന്റെ ആഖിബത്ത് നന്നാവുമോ,
ആഖിബത്ത് നന്നായി മരിച്ച മനുഷ്യനാണെങ്കിൽ ഇനി ആഖിബത്ത് നന്നാവാത്ത കാര്യത്തിൽ ടെൻഷൻ ആവണ്ട. അപ്പോൾ ഒരു സ്വാലിഹായ മനുഷ്യന്റെ മരണത്തോടുകൂടെ അയാൾ പ്രധാനപ്പെട്ട 3 ഘട്ടവും കഴിഞ്ഞ് അപ്പുറത്തേക്ക് വരികയാണ്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, മലക്കിനെ കാണുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അവൻ മരണത്തിന്റെ കയ്പ് രുചി അറിയുക എന്നതാണ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അവസാനം നന്നാവുക എന്നുള്ളതാണ്. ഈ സന്ദർഭത്തിലൊക്കെ കെടുതിയാണ്, പ്രയാസങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അള്ളാഹു നമ്മെ സഹായിക്കും. അതിനുള്ള വഴികളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ അവസാനം നന്നാവാൻ വേണ്ടി അള്ളാഹുവിന്റെ സഹായം തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനു വേണ്ട വഴികൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. എത്ര മനോഹരമായ ആയത്തുകളാണിത്. അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ്. ആ പറച്ചിൽ മാത്രമല്ല, ജീവിതത്തിൽ അത് ജീവിച്ച് കാണിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആളുകൾ മരിക്കാൻ നേരം തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി സംഘങ്ങളായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ലക്ഷക്കണക്കിന് മലക്കുകൾ പങ്കെടുക്കും, ആ മരണത്തിന് സാക്ഷികളാകും. എന്നിട്ടോ അവര് പറയും, മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് ഇത്രയും മലക്കുകൾ വന്നിട്ട് പറയാണ്, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നാളെന്താവും ഓർത്തുള്ള ടെൻഷൻ വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾ സന്തോഷിച്ചോളൂ. ഇങ്ങനെ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് സന്തോഷിപ്പിക്കുകയും നമ്മോട് ചൊല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് കലിമ ഉച്ചരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന 2 വഴികളുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ സൂറത്ത് യാസീൻ പരമാവധി പാരായണം ചെയ്യാം. സൂറത്ത് യാസീൻ പരമാവധി പാരായണം ചെയ്യാം. 2, ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കാം. ഇതിന് 2നും 2 അടിസ്ഥാനമുണ്ട്. സൂറത്ത് യാസീനിന്റെ അക്ഷര ക്രമീകരണങ്ങൾ ഇസ്മാഇലുൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്. സൂറത്ത് യാസീനിന്റെ അക്ഷര ക്രമീകരണങ്ങൾ അത് കേട്ടാലും ഉച്ചരിച്ചാലും ഒക്കെ ഒരു മനുഷ്യനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്ന ഒരു വൈകാരികമായ അവസ്ഥയിലേക്ക്, ആ ഒരു പ്രചോദനത്തിലേക്ക് യാസീന്റെ അക്ഷരങ്ങൾ ഉരവിട്ട അത് കേട്ട ആൾക്ക് ശാസ്ത്രീയമായി അങ്ങനെ ഒരു മാസ്മരികത യാസീൻ അധ്യായത്തിനുള്ളത് കൊണ്ട് ഒരു മനുഷ്യനിൽ അവസാനം നന്നാവാൻ ഈ യാസീൻ ഓതുക എന്നത്, യാസീൻ വർദ്ധിപ്പിക്കുക എന്നത് പരമാവധി ജീവിതത്തിന്റെ ശീലമാക്കി കഴിഞ്ഞാൽ അവസാനം നന്നാവലുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ കൂടുതൽ ചൊല്ലിയാൽ ഏറ്റവും, നേരത്തെ പറഞ്ഞു യാസീൻ അധ്യായത്തിന്റെ അക്ഷര ക്രോഡീകരണത്തിന് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ധ്വനിയുണ്ട്. അങ്ങനെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരും ആ ഒരു ചിന്തയെ നാവിൽ സരളമാക്കി തരും. യാസീന്റെ ഏറ്റവും ഒരു അത്ഭുതകരമായ മാസ്മരികമായ കെട്ടും മട്ടും അങ്ങനെയാ. 2, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് എന്ന് പറയുന്ന സൂറത്ത് ഇബ്രാഹിമിന്റെ 27-ാമത്തെ ആയത്ത് പറഞ്ഞ മൂമിനീങ്ങളായ ആളുകളെ അള്ളാഹു അവസാന സമയത്ത് നാവിൽ പിഴവ് വരാതെ നല്ലത് പറയാൻ പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ ഈ ആയത്ത് നമ്മുടെ മുന്നിൽ പറയുന്നത് നാവിൽ പിഴവ് വരാതെ പിടിച്ചു നിർത്തുന്ന ആ അനശ്വരമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ജീവിതത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഒരിക്കലും പിഴക്കില്ല, നമ്മൾ നന്നാവും, നമുക്ക് അവസാനം നന്നാവാൻ കഴിയും. അങ്ങനെ ആഖിറത്തിലേക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നമ്മളൊരു ശ്രമമാണ് നടത്തുന്നത്, അതുവഴി നമുക്കൊരു വലിയ വിജയം അള്ളാഹു വെക്കും എന്നത് ഉറപ്പാണ്. അള്ളാഹു അവസാനം നന്നാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാനുള്ളതായ അമലുകൾ, അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാനുള്ളതായ രീതിയിലുള്ള ഒഴിവാക്കലുകൾ, കേൾക്കലുകൾ, പറയലുകൾ, കാണലുകൾ, ചിന്തിക്കലുകൾ, ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ. ജീവിതത്തിൽ അങ്ങനെ പലതും ഉണ്ടല്ലോ, നമ്മെ നാം നശിപ്പിച്ചു കളയുന്ന പലതും ഉണ്ട്. അതിൽ നിന്നൊക്കെ അള്ളാഹു ഒഴിവാക്കി തരട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്ക തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ തന്ന എല്ലാ നിഅമത്തും ഞങ്ങളിൽ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികൾക്ക് നീ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ ഏത് രോഗമാണെങ്കിലും നീ തന്നതല്ല തമ്പുരാനെ, അത് പരിപൂർണമായും നീ ശിഫാ ആക്കണേ അല്ലാ. അള്ളാഹുവെ സുഖമില്ലാത്ത ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞൊരു സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട്. നല്ല പ്രായമുള്ള ഉമ്മയാണ്.
ഉമ്മാടെ വായിൽ തൊലി പോകുന്നു, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അള്ളാഹുവേ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. മൂത്രാശയ സംബന്ധമായ രോഗമുള്ളവരുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ നീ റാഹത്താക്കണേ അല്ലാ, അള്ളാഹുവേ നീ ആ രോഗം കൊണ്ടൊരു പ്രയാസവും വരുത്തല്ലേ അല്ലാ. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർ, പഠനവുമായി ബന്ധപ്പെട്ടവർ എല്ലാവർക്കും നീ എളുപ്പമാക്കണേ അല്ലാ. മാതാപിതാക്കളുടെ ഹയാത്ത് കാലത്ത് മക്കളെ കൊണ്ട് സന്തോഷം നിറച്ചു നൽകണേ അല്ലാ. മാതാപിതാക്കളുടെ ഹയാത്ത് കാലത്ത് മക്കളെ കൊണ്ട് സങ്കടം വരല്ലേ അല്ലാ. അള്ളാഹുവേ റബ്ബേ, ഞങ്ങളുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇതിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും ഖൈർ നൽകുക അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വീട് പണിയുമായി ബന്ധപ്പെട്ടവരുണ്ട്, നീ എളുപ്പമാക്കണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാണ്, നീ നിറവേറ്റി തരണേ അല്ലാ. അതിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നവരുണ്ട് റബ്ബേ, എല്ലാവർക്കും നീ ഖൈർ നൽകുക അല്ലാ, എളുപ്പമാക്കണേ അല്ലാ. തമ്പുരാനേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ പലരും കടക്കണിയിലും പലിശക്കണിയിലും ഒക്കെ പെട്ടുപോയവരുണ്ട്, ലോണിൽ കുടുങ്ങിയവരുണ്ട്, കരകയറ്റണേ അല്ലാ. വസ്തുക്കൾ വിറ്റുപോകാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്, ഖൈറായ വിലയിൽ വിൽക്കാനും റബ്ബേ ഖൈറായ മറ്റൊന്ന് വാങ്ങാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.